ഹലോ, ഇന്ന് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മളുടെ കലത്തപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പച്ചരിയാണ് കേട്ടോ വേണ്ടത്. പച്ചരി ഞാൻ 3 ഗ്ലാസ് പച്ചരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മധുരത്തിനായിട്ട് ഞാൻ 6 ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6 ശർക്കര നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. അപ്പോൾ 6 ശർക്കരയിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ മെൽറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മിക്സിയിലൂടെ ജാറിലിട്ട് നമ്മൾ പച്ചരി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് 1/2 കയ്യിൽ ചോറ്, ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സാധാ ചാക്കരിയുടെ ചോറാണ് വേണ്ടത്. അപ്പോൾ അതിലോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ചോറും കല്ലുപ്പും കുറച്ച് ഏലക്കായും കുറച്ച് ചെറിയ ജീരകം 1/4 ടീസ്പൂൺ ചെറിയ ജീരകം മതി. അപ്പോൾ ഒരു 5-6 ഏലക്കയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി 2-3 പ്രാവശ്യമാക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നാക്കി അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ടൈറ്റിൽ വേണേൽ നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മാവ് അരച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചൂടോട് കൂടിയുള്ള നമ്മൾ ശർക്കര പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഒരു 10-15 ചെറിയ ഉള്ളി നന്നായിട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറുതാക്കി കനം കുറച്ച് അരിയുക. അതേപോലെ തന്നെ 1/2 തേങ്ങയുടെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് വേറെ അരിഞ്ഞ് വെക്കണം കേട്ടോ. നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കും മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ മാവിലിട്ട് ഒരു 1/4 ടീസ്പൂണ് സോഡാപ്പൊടിയും കൂടി ചേർക്കേണ്ടതുണ്ട് കേട്ടോ. എന്നാലുള്ള അപ്പം നന്നായിട്ട് പൊങ്ങി വരിക, കലത്തപ്പം നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് 1/4 ടീസ്പൂണ് സോഡാപ്പൊടി ചേർക്കുന്നത്. നമ്മൾ നല്ലോണം മിക്സ് ചെയ്യട്ടോ. അപ്പോൾ നമ്മളുടെ ചൂടായ കുക്കറിലോട്ട് നമ്മൾ തേങ്ങാക്കൊത്തും അതേപോലെ ചെറിയുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഒഴിച്ചാണ്. അപ്പോൾ 2-3 ടീസ്പൂണ് വെളിച്ചെണ്ണയുടെ മുകളിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി നന്നായിട്ട് വറുത്തെടുക്കട്ടോ. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മുടെ ഹാഫ് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പകുതി വേറെ കുക്കറിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി ഹാഫ് മാവ് എടുത്ത് വെക്കുക. എന്നിട്ട് 2 കുക്കറിലായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ തീ ഹൈ ഫ്ലെയിമിൽ ഇടണം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ. പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചതിന് ശേഷം കുക്കറിൻ്റെ വിസിൽ വെക്കാൻ പാടില്ല. വിസിൽ ഒഴിവാക്കിയിട്ട് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് കൊടുത്തതിന് ശേഷം ഒരു 12 മിനിറ്റ് ഇതിൽ വേവിക്കട്ടോ. ഒരു 12 മുതൽ 15 മിനിറ്റ് വരെ വേവിക്കാം. തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം. തീ പിന്നെ കൂട്ടി കൊടുക്കാനേ പാടില്ല. പിന്നെ 12 മിനിറ്റിന് ശേഷമുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് കലത്തപ്പം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റൊക്കെയാണ് കേട്ടോ കലത്തപ്പം. അപ്പോൾ 2 കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ.